സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കിരൺസ് ഇൻസൈറ്റ്. സോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വീണ്ടും നമ്മുടെ യുവർ ലൈൻ ഏപ്രിലിന്റെ സീസൺ 1 എപ്പിസോഡ് 6 നമുക്ക് എപ്പിസോഡ് 5 എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഫ്ലാഷ് ബാക്ക് ആണ് കാണിച്ചത്. അതേപോലെ തന്നെ നമുക്ക് എപ്പിസോഡ് 6 ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആ ഒരു ഫ്ലാഷ് ബാക്കിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ സുബാക്കിയും ആര്യമയും കൊച്ചു കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ ഒരു 5-6 വയസ്സ്, ആ ഒരു അത്രയ്ക്കും ചെറിയ കുട്ടികളാണ്. ആ ടൈമിലാണെങ്കിൽ സുബാക്കി ആര്യമയും കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആര്യമയ്ക്ക് കാലിലൊരു ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു, ലെഗിലൊരു ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അത് കാരണം തന്നെ അവന് നടക്കാൻ പറ്റിയിട്ടില്ല. നടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവനെ എടുത്തുകൊണ്ട് സുബാക്കി കരഞ്ഞുകൊണ്ട് ആര്യമയെ കരഞ്ഞുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. സോ ഇത് ഒരു ഫ്ലാഷ് ബാക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്ലൈമാക്സ് എത്തുമ്പോൾ എന്താണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഇപ്പം നമുക്ക് പ്രസന്റ് ടൈം കാണിക്കുകയാണ്. പ്രസന്റ് ടൈമിൽ നമ്മളുടെ കോരിയാണെങ്കിൽ ആര്യമ്മയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. സോ ആ ടൈമിൽ കോരി അവിടെ എത്തിയിട്ട് അവൾ അവന്റെ ഡ്രസ്സ് എടുത്തിടുകയാണ്, ചേഞ്ച് ചെയ്തിടുകയാണ്. സോ അതങ്ങനെ ഇട്ടിട്ട് അവൻ ഇങ്ങനെ നോക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് അവന്റെ റൂം ഭയങ്കര വൃത്തിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു അടുക്കും ചിട്ടുന്നില്ലാതെ വെച്ചേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവൾ അവനെ വഴക്ക് പറഞ്ഞിട്ട് അതൊക്കെ അടുക്കി പറക്കാൻ വേണ്ടി നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് കാണിക്കുന്നത് നമ്മളുടെ സുബാക്കിയുടെ വീടും ആര്യമയുടെ വീടും ഏകദേശം അടുത്തടുത്താണ്. അവർ നെയ്ബേഴ്സ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ സുബാക്കി ഇങ്ങനെ ആര്യമയും കോസ് ഒരുമിച്ച് നിൽക്കുന്നത് കാണുകയാണ്. സോ അത് അപ്പോൾ നമ്മുടെ സുബാക്കിക്ക് ചെറിയൊരു പൊസസീവ്നെസ് ഒക്കെ അടിക്കുകയാണ്, റൈറ്റ്. പക്ഷെ അതൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ദേഷ്യത്തിലേക്ക് കാണിക്കുന്നത് അടുത്ത ദിവസം ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. ആ കളിയുടെ ടൈമിലാണ് അവൾ അത്രയും ദേഷ്യം കൂടെ കാണിക്കുന്നത്. സോ അങ്ങനെ നമ്മുടെ കോരിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. സോ അവളാണെങ്കിൽ അവനൊരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്ത് കൊടുക്കുകയാണ്. അവളുടെ കയ്യിലാണ് മ്യൂസിക് റെക്കോർഡർ ഇരിക്കുന്നത്. ആൻഡ് അവൻ ഇങ്ങനെ നോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ആക്കിയിട്ട് നോട്ടൊക്കെ തെറ്റിച്ച് ഇതൊക്കെയാണ് അവൾ ചെയ്യുന്നത്. സോ അത് കാരണം അവൻ ഇറിറ്റേറ്റ് ആകുന്നുണ്ട്. അത് അവൻ ചെയ്തപ്പോൾ തെറ്റിപ്പോയി. സോ അത് കാണാനും കുറച്ച് പേരുണ്ടായിരുന്നു, നമ്മുടെ കോറയുടെ ഫ്രണ്ട്സ് ആയിരുന്നു. സോ അവരൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അവന് തന്നെ ഇറിറ്റേറ്റ് ആയിപ്പോയി. ആൻഡ് നമ്മുടെ കോറ ഒരു കാര്യം പറയുകയാണ്, നീ ഇനി പിയാനോ പ്ലേ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പോകാൻ പറ്റും. നമുക്കൊരു നോട്ടീസ് ഉണ്ട് ഇന്റർനാഷണൽ ലെവലിൽ പോകാനുള്ളത്. സോ അതെന്റെ കയ്യിലുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം, നീ അങ്ങോട്ട് പോകണമെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവ ഇതുവരെ ആ ഒരു പിയാനോ എടുത്ത് തുടങ്ങിയിട്ടില്ല. ഇവളാണെങ്കിൽ അവന്റെ വീട്ടിൽ പോയി അവനെ എങ്ങനെയും മോട്ടിവേറ്റ് ചെയ്യുകയാണ് പിയാനോ പഠിക്കാൻ വേണ്ടി. സോ ഇവളുടെ മോട്ടിവേഷനാണ് പിയാനോ വായിക്കുന്നത് തന്നെ. സോ അങ്ങനെ നൈറ്റ് നമ്മുടെ കോരിയെ സുബാക്കിയോട് നടന്ന് പോകുന്ന കാണിക്കുന്നു. സോ ആ ടൈമിൽ നമ്മൾ സുബാക്കി കോരിയോട് പറയുകയാണ്, എടി നമ്മളുടെ ആര്യമ്മയുടെ അവസ്ഥ കണ്ടിട്ട് കുറച്ച് എനിക്ക് എന്തോ കഷ്ടമായിട്ട് തോന്നുന്നു. കാരണം അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അവനതിന്റെ ഫലം കിട്ടുമോ എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ കോരി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടും. അവൻ എന്നാ ആ മ്യൂസിക്കിനെ അവൻ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു അന്ന് തൊട്ടായിരിക്കും അവൻ മ്യൂസിക്കിൽ ഒരു ഗ്രോത്ത് വരികയുള്ളൂ. സോ അതുവരെ ഒരു ഹാർഡ് വർക്ക് നല്ലതാണ്. ഈ ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും അവൻ ഉറപ്പായിട്ടും അവൻ ആ മ്യൂസിക്കിലേക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും, അതെനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുകയാണ് നമ്മളുടെ കോരി സുബാക്കിയോട്. സോ അങ്ങനെ രണ്ട് വഴി പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമുക്ക് സുബാക്കിയെ കാണിക്കുകയാണ്. സുബാക്കിക്ക് ഒരു കോൾ വരികയാണ്. അവളുടെ പുതിയ ഡേറ്റ് ചെയ്യുന്ന പയ്യനുണ്ടല്ലോ, ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ കോളേജ് മേറ്റ്. സോ അവൻ്റെ അടുത്ത് നിന്നൊരു കോൾ വരികയാണ്, ഡേറ്റിംഗ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി. ആൻഡ് ഈ ടൈമിൽ നമ്മുടെ ആര്യമയുടെ ചെറിയ ഫീലിങ്സ് ഉണ്ട്, അതുകൊണ്ട് മറക്കരുത്. നമ്മൾ അടുത്തായിട്ട് നമുക്ക് കോരിയെയും ആര്യമയും കാണിക്കുകയാണ്. സോ കോരിയാണെങ്കിൽ ഒരു മ്യൂസിക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവൻ ഇരിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് തന്നെ കരച്ചിൽ വരുന്നു. കാരണം അവളല്ലേ അവനെ ഇത്രയും കഷ്ടപ്പെടുന്നത്, അവനൊരു ഇമ്പ്രൂവ്മെന്റും ഇല്ല, ഭയങ്കര അവനിങ്ങനെ കഷ്ടപ്പെടുത്തി ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അവന്റെ അമ്മ അവനോട് എങ്ങനെ ചെയ്തോ അതുപോലെയാണ് ഞാനും ചെയ്യുന്നത് എന്നൊരു ഫീലിങ്സ് കാരണം അവൾ കരയുകയായിരുന്നു. അപ്പം ആര്യം പറയണത് എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല, എനിക്ക് മ്യൂസിക് പ്ലേ ചെയ്യണമെന്നുണ്ട്. നീ വന്നതിന് ശേഷമാണ് എനിക്ക് മ്യൂസിക്കിനോട് വീണ്ടും ഫീലിങ്സ് വന്നു തുടങ്ങിയത്. നിന്നെ കണ്ടതിന് ശേഷമാണ് എനിക്ക് വീണ്ടും ആ ഒരു പഴയ തോട്ട് വീണ്ടും വന്നു തുടങ്ങിയത്. എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയത് നീ കാരണമാണെന്നൊക്കെ പറയുകയാണ് നമ്മളുടെ ആര്യമ്മ കോരിയോട്. സോ അടുത്ത ദിവസം ഇപ്പോൾ ഭയങ്കര എക്സോസ് ആയിട്ട് നിൽക്കുകയാണ്. അവന് ഇനി പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും ടയർഡ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മളുടെ കോരി ഒരു കാര്യം തീരുമാനിക്കുകയാണ്, നമുക്ക് വോളിബോൾ കളിക്കുന്നത് നമ്മൾ സുബാക്കി കളിക്കുന്നുണ്ടല്ലോ. സോ ആ കളി കളിക്കാൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവൻ്റെ മൈൻഡ് ഫ്രഷ് ആക്കാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് നമ്മൾ കോരി അങ്ങോട്ടേക്ക് പോവുകയാണ്. സോ അങ്ങോട്ടേക്ക് പോയപ്പോൾ നമ്മൾ സുബാക്കി സന്തോഷമായി, കാരണം ആര്യമ്മയും കൂടെ അവിടെ അടുത്തുണ്ട്, കാണാനുണ്ടെന്ന് സന്തോഷമായി. പക്ഷേ ആര്യമ്മയുടെ കൂടെ ആരുണ്ട്, നമ്മുടെ കോരി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ഒരുമാതിരി പൊസസീവ്നെസ് അടിക്കുകയാണ്. കാരണം ഇത്രയും നാളും നല്ല ഫ്രണ്ട് ആയിരുന്നു ഒരു എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് തൊട്ടേ കൂടെ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു. അതിന്റെ അടുക്ക് വേറൊരു പെണ്ണ് വരുന്നെന്ന് പറയുമ്പോൾ അവർക്ക് അവർ പൊസസീവ്നെസ് അടിക്കൂല, അതങ്ങനെ അടിക്കുകയാണ്. ആൻഡ് അവർക്ക് ആ ഒരു കളിയിൽ ശ്രദ്ധ കൊള്ളാനും ശ്രദ്ധ ചെയ്യാനും പറ്റുന്നില്ല. ആ ടൈമിൽ ഇങ്ങനെ ബോൾ എറിഞ്ഞപ്പോൾ മുട്ടിൽ തന്നെ വന്ന് ബോൾ അടിക്കുകയാണ്, കാല് ഇഞ്ചറി ആവുകയാണ്. സോ അത് കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ആയപ്പോൾ രാത്രി സുബാക്കിയും തന്റെ ഫ്രണ്ടും കൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോയപ്പോൾ നമ്മുടെ ആര്യം അങ്ങോട്ട് വരുന്നത് കണ്ട് ആ ഫ്രണ്ട് അങ്ങോട്ടേക്ക് മാറി പോവുകയാണ്. സോ ആര്യമേ ഇപ്പോൾ സുബാക്കി മാത്രമേ ഒറ്റയ്ക്കുള്ളൂ. എന്നിട്ട് അവൻ കണ്ടിട്ട് ചോദിക്കുകയാണ്, മുട്ടിലുള്ള കുഴപ്പമുണ്ടോ, കാലുള്ള കുഴപ്പമുണ്ടോ? അപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ജസ്റ്റ് അവൻ തട്ടി വെക്കുകയാണ്. തട്ടി വെക്കപ്പോൾ അവൾക്ക് പെയിൻ സഹിക്കാൻ അവളെ കിടന്ന് കരയുകയാണ്. എന്നിട്ട് അവൻ തന്നെ അവസാനം അവളെ തൂക്കി എടുത്തുകൊണ്ട് തോളിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലാഷ് ബാക്കിൽ കാണിച്ചില്ല, അതേപോലെ തന്നെ അവൻ ഇപ്പോൾ തിരിച്ച് ചെയ്യുകയാണ്. അവൻ അപ്പോൾ അവളെ കൊണ്ടുപോവുകയാണ്. സോ അവളിങ്ങനെ പൊയ്ക്കൊണ്ടപ്പോൾ ആലോചിക്കുകയാണ്, ഗിൽറ്റ് അടിക്കുകയാണ്. കാരണം അങ്ങനെ തോന്നിയത്, കാരണം ഇവർ പണ്ട് തൊട്ടേ നല്ലൊരു ഫ്രണ്ട്സ് മാത്രമായിരുന്നു. അവർക്കിടയിലും വേറൊരു ഫീലിങ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ വന്നത് കാരണം അവൾ ഗിൽറ്റ് അടിക്കുകയാണ്. അവൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സുബാക്കി ഗിൽറ്റ് അടിക്കുകയാണ്. ആ ഗിൽറ്റ് അടിച്ചിട്ട് അവൾ കരയുകയാണ്. അങ്ങോട്ട് തോട്ട് കാരണമല്ല ഇത്രയും സംഭവിച്ചത്, ഇങ്ങനെ ഒരു അടി പറ്റിയത് തന്നെ അങ്ങനെ കാരണം എൻ്റെ കോൺസെൻട്രേഷൻ പോയി, അത് കാരണമല്ല എന്നൊക്കെ പറഞ്ഞ് ഗിൽറ്റ് അടിച്ച് കരയുകയാണ്. ആര്യമൊന്നും പറയുന്നില്ല. സോ അങ്ങനെ എപ്പിസോഡ് ലാസ്റ്റ് ആയപ്പോൾ തന്നെ നമുക്ക് വേറൊരു പയ്യനെ കളിക്കുകയാണ്. അവനാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രോ ആയിട്ടുള്ള ഒരു പിയാനിസ്റ്റ് ആണ്. സോ അവൻ എങ്ങനെയെങ്കിലും ഈ ഒരു ആര്യമയെ തോപ്പിക്കണം എന്നൊരു രീതിയിൽ ഭയങ്കര വാശിയേറി നിൽക്കുകയാണ്. സോ അവിടെ വെച്ച് തന്നെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. സോ ഇതുവരെ കണ്ടവർക്ക് താങ്ക് യു, ബൈ.